ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വിഷുവിൻ്റെ അന്ന് രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാറുള്ള വിഷുക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാനൊരു എറണാകുളംകാരി ആയതുകൊണ്ട് തന്നെ എറണാകുളം സ്റ്റൈലിലുള്ള ഒരു വിഷുക്കഞ്ഞിയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ജില്ലകളിലും ഈ ഒരു വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ചില ജില്ലകളിൽ വിഷുക്കഞ്ഞിക്ക് പകരം വിഷുക്കട്ടയാണ് ഉണ്ടാക്കാറുള്ളത്. ഞാനിവിടെ നല്ല മധുരമുള്ള വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വൻപയർ നന്നായിട്ട് കഴുകി 1 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിരുന്നു. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വൻപയർ വേവിക്കാനായിട്ട് തേങ്ങയുടെ 3-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളൊരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് വെക്കണം. അതിൽ 3-ാം പാലിൻ്റെ പകുതി ഭാഗമാണ് ഈ വൻപയറിലേക്ക് വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തത്. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റുമാണ് വൻപയർ വേവിച്ചെടുത്തത്. അപ്പോഴേക്കും വൻപയർ നല്ല പാകത്തിന് വെന്ത് വന്നു. ഇനി ഈ ഒരു കഞ്ഞി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉണക്കലരിയാണ്. 1.5 ഗ്ലാസ് ഉണക്കലരിയാണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കഞ്ഞി തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ അരിയൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള തേങ്ങയുടെ 3-ാം പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒട്ടും വേവില്ലാത്ത പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു അരിയാണിത്. അതുകൊണ്ട് കുക്കറിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെന്ത് വരുമ്പോഴേക്കും ഈ ഒരു 3-ാം പാല് കംപ്ലീറ്റ് ആയിട്ട് വറ്റി വരും. ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കുറുകി വരാനായിട്ട് ഏകദേശം 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1 ഉണ്ട ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്ത ശേഷം അരിച്ചെടുത്തിട്ടുള്ള പാനിയാണിത്. ഇനി ഒരു ചെറിയ കഷ്ണം ചുക്കും 10 ഏലക്കയും 1/2 ടീസ്പൂൺ ചെറുജീരകവും കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതിയാവും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് കിസ്മിസ് കൂടി വറുത്ത് ചേർക്കാം കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വിഷുക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പപ്പടം കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.